പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7ൻ്റെ ചാപ്റ്റർ 8ലെ നെക്സ്റ്റ് പോർഷനാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈസ് ദ പ്രൊഡക്റ്റ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ്? അപ്പോൾ രണ്ട് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് അതിനെക്കാട്ടിൽ എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. Since we know that when a number is multiplied by 1, the product remains unchanged. അതായത് ഒരു നമ്പറിനെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല അല്ലേ? അതായത് 1 × 3 ചെയ്താൽ എന്താണ്? 3 തന്നെ നമുക്ക് കിട്ടും. 1 × 5 ചെയ്താൽ 5 തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഒന്നും എന്ത് ചെയ്യപ്പെടുന്നില്ല? പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. We will look at multiplying pairs of numbers where neither of them is 1. അപ്പോൾ രണ്ട് നമ്പേഴ്സും 1 അല്ലാത്ത നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാമേ. When we multiply two counting numbers greater than 1, say 3 and 5, the product is greater than both the numbers being multiplied. അപ്പോൾ 1-നെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സാണ് 3ഉം 5ഉം. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പറാണ് നമുക്ക് കിട്ടിയത്. ദ പ്രൊഡക്റ്റ് 15 ഈസ് മോർ ദാൻ ബോത്ത് 3 ആൻഡ് 5. ഇനി നമുക്ക് 1/4ഉം 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, 1/4ഉം 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 × 8/4, ദാറ്റ് ഈസ് 8/4. 8/4 എന്ന് പറയുന്നത് 2 ആണ്. നമുക്കിവിടെ 2 എന്ന് കിട്ടി. ഈ മൾട്ടിപ്ലിക്കേഷനിൽ പ്രൊഡക്റ്റ് നമുക്ക് 2 ആണ് കിട്ടിയത്. ഇത് 1/4-നെക്കാട്ടിൽ ഗ്രേറ്ററുമാണ്, 8-നെക്കാട്ടിൽ ലെസ്സുമാണ് അല്ലേ? അപ്പോൾ 2 ഈസ് ഗ്രേറ്റർ ദാൻ 1/4 ആൻഡ് 2 ഈസ് ലെസ് ദാൻ 8. 2 ഇതിനെക്കാട്ടിൽ ഗ്രേറ്ററും ഇതിനെക്കാട്ടിൽ ലെസ്സുമാണ് അല്ലേ? അതായത് ഇവിടെ 1/4 എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ ചെറുതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിനെക്കാട്ടിൽ ചെറുതായിരിക്കും ഈ നമ്പർ. ഇനി നോക്കിയേ, 3/4ഉം 2/5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 2 6, 4 × 5 20. നമുക്ക് 6/20 എന്ന് കിട്ടി. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ 3/4നെയും 2/5ൻ്റെയും ഡിനോമിനേറ്റർ എന്താക്കി നോക്കണം? 20 ആക്കി നോക്കണം. അപ്പോൾ 3/4ൻ്റെ ഡിനോമിനേറ്റർ 20 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 15/20 എന്ന് കിട്ടും. ഇനി 2/5ൻ്റെത് ചെയ്യണമെങ്കിൽ 20 ആക്കണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 8/20 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 3/4നെ 15/20 എന്നും 2/5നെ 8/20 എന്നും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് പ്രൊഡക്റ്റ് എന്തായിരുന്നു കിട്ടിയത്? 6/20 ആയിരുന്നു കിട്ടിയത് അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് നമ്പേഴ്സും ഫ്രം ദിസ് വി ക്യാൻ സീ ദാറ്റ് പ്രൊഡക്റ്റ് ഈസ് ലെസ് ദാൻ ബോത്ത് ദ നമ്പേഴ്സ്. ഈ കിട്ടിയ പ്രൊഡക്റ്റ് രണ്ട് നമ്പറിനെക്കാട്ടിലും ചെറുതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, അതായത് 6/20 ഈസ് ലെസ് ദാൻ 15/20 ആൻഡ് 6/20 ഈസ് ലെസ് ദാൻ 8/20. രണ്ട് നമ്പറിനെക്കാട്ടിലും ചെറുതാണ് 6/20. When do you think the product is greater than both the numbers multiplied? When is it in between the two numbers and when is it smaller than both? The relation between the product and the numbers multiplied depends on whether they are 0 and 1 or they are greater than 1. അപ്പോൾ അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്? 0യ്ക്കും 1നും ഇടയിലാണോ അല്ലെങ്കിൽ 1-നെക്കാട്ടിൽ ഗ്രേറ്റർ ആണോ എന്നൊക്കെ ഉള്ളതിനെ ആശ്രയിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ നമുക്കൊന്ന് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. സിറ്റുവേഷൻ 1 എന്ന് പറയുന്നത് ബോത്ത് നമ്പേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ 1. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുക്കുന്ന രണ്ട് നമ്പേഴ്സും 1-നെക്കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ, എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഇവിടെ 4/3 × 4. അപ്പോൾ ഇവിടെ 4/3 എന്ന് പറയുന്നത് 1-നെക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. കാരണം എന്താണ്? ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ദി ഡിനോമിനേറ്റർ. അപ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ അത് 1-നെക്കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കും. 4/3 എന്ന് പറയുന്നത് എന്താ? 3/3 + 1/3 ആണ് 4/3.
3. അപ്പോൾ 3/3 എന്ന് പറയുന്നത് 1 ആണ്. 1/3 എന്ന് വരും അല്ലേ. അപ്പോൾ ഇതെന്താണ്? 1-നേക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. അപ്പോൾ രണ്ട് നമ്പേഴ്സും 1-നേക്കാട്ടിൽ ഗ്രേറ്റർ ആണ് എങ്കിൽ പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ബോത്ത് ദി നമ്പേഴ്സ്. 16/3 എന്ന് കിട്ടും. 16/3 എന്ന് പറയുന്നത് എന്ത് വരും? 5 1/3 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 4/3 ആൻഡ് 4. അപ്പോൾ രണ്ട് നമ്പേഴ്സും 1-നേക്കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും? രണ്ട് നമ്പറിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. ഇനി സിറ്റുവേഷൻ 2 എന്ന് പറയുന്നത് ബോത്ത് നമ്പേഴ്സ് ആർ ബിറ്റ്വീൻ 0 ആൻഡ് 1. 0യ്ക്കും 1-നും ബിറ്റ്വീൻ ആണ് എങ്കിൽ എന്ത് വരും? രണ്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? രണ്ട് നമ്പറിനെക്കാട്ടിലും ചെറുതായിരിക്കും. അത് നമ്മൾ മുകളിൽ കണ്ടു അല്ലേ. 0യ്ക്കും 1-നും ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ എന്താ? 1-നേക്കാട്ടിൽ ചെറിയ നമ്പേഴ്സ് ആയിരിക്കണം. അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ ചെറുതായിരിക്കണം. അപ്പോഴാണ് 0യ്ക്കും 1-നും ബിറ്റ്വീൻ വരിക കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ ചെറുതാണെങ്കിൽ 0യ്ക്കും 1-നും ഇടയ്ക്കായിരിക്കും നമ്മൾ എടുക്കുന്ന നമ്പർ. ഇനി ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ ഇതുപോലെയാണെങ്കിൽ 1-നേക്കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ. ഇവിടെ നമുക്ക് 16/3 എന്ന് കിട്ടി. അത് ഏതൊക്കെ നമ്പേഴ്സിന് ബിറ്റ്വീൻ ആണ്? 16/3 എന്ന് പറയുന്നത് 5 3s are 15 ഇങ്ങനെ വരും. 5 1/3 എന്ന് വരും. അപ്പോൾ 5-നും 6-നും ഇടയ്ക്കായിരിക്കും ഈ നമ്പർ വരിക. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും 0യ്ക്കും 1-നും ബിറ്റ്വീൻ ആണ്. അതുകൊണ്ട് പ്രൊഡക്റ്റ് ഈസ് ലെസ് ദാൻ ബോത്ത് ദ നമ്പേഴ്സ്. പ്രൊഡക്റ്റ് രണ്ട് നമ്പറിനെക്കാട്ടിലും ചെറുതായിരിക്കും. ഇനി സിറ്റുവേഷൻ 3 എന്ന് പറയുന്നത് 1 നമ്പർ ഈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1 ആൻഡ് 1 നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഒരു നമ്പർ 0യ്ക്കും 1-നും ബിറ്റ്വീനും, അതാണ് 3/4. ഒരു നമ്പർ 1-നേക്കാട്ടിൽ ഗ്രേറ്ററുമാണ് എങ്കിൽ എന്ത് വരും? അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5-നേക്കാട്ടിൽ ലെസ്സും 0യ്ക്കും 1-നും ഇടയ്ക്ക് വരുന്ന നമ്പറിനെക്കാട്ടിൽ ഗ്രേറ്ററുമായിരിക്കും. ദ പ്രൊഡക്റ്റ് ഈസ് ലെസ് ദാൻ ദ നമ്പർ ഗ്രേറ്റർ ദാൻ 1. അതായത് 1-നേക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പറിന് കാട്ടിൽ ലെസ്സുമായിരിക്കും. ആൻഡ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ബിറ്റ്വീൻ 0 ആൻഡ് 1. 0യ്ക്കും 1-നും ഇടയ്ക്കുള്ള നമ്പറിനെക്കാട്ടിൽ ഗ്രേറ്ററും ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് കിട്ടിയ ഈ 15/4 ഈസ് ലെസ് ദാൻ 5 ആൻഡ് 15/4 ഈസ് ഗ്രേറ്റർ ദാൻ 3/4. ഇങ്ങനെ വരും. മനസ്സിലായല്ലോ? ഇത് നിങ്ങളൊന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുക. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് 1-നേക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പറിനെക്കാട്ടിൽ ലെസ് ആയിരിക്കും. അതേപോലെ 0യ്ക്കും 1-നും ഇടയ്ക്കുള്ള നമ്പറിനെക്കാട്ടിൽ ഗ്രേറ്ററും ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്കിവിടെ ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട്. വാട്ട് ക്യാൻ യു കൺക്ലൂഡ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ് ആൻഡ് ദ പ്രൊഡക്റ്റ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ വെൻ വൺ ഓഫ് ദി നമ്പേഴ്സ് ബീയിങ് മൾട്ടിപ്ലൈഡ് ഈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ ഒരു നമ്പർ 0യ്ക്കും 1-നും ഇടയിലാണെങ്കിൽ ദ പ്രൊഡക്റ്റ് ഈസ് ഡാഷ് ദാൻ ദി അതർ നമ്പർ. പ്രൊഡക്റ്റ് അടുത്ത നമ്പറിനെക്കാട്ടിൽ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു നമ്പർ 0യ്ക്കും 1-നും ഇടയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് അടുത്ത നമ്പറിനെക്കാട്ടിൽ, ഒരു നമ്പർ 0യ്ക്കും 1-നും ഇടയിലാണ് എങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. 1-നേക്കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ 1-നേക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ട് വരുന്ന നമ്പറിനെക്കാട്ടിൽ എന്തായിരിക്കും പ്രൊഡക്റ്റ് എന്നാണ് നമ്മളിവിടെ കണ്ടത്? ലെസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? ലെസ് ആയിരിക്കും. അപ്പോൾ 0യ്ക്കും 1-നും ഉള്ള നമ്പർ അല്ല നമ്മളിവിടെ നോക്കുന്നത്, അടുത്ത അതർ നമ്പറിനെക്കാട്ടിൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതർ നമ്പർ എന്ന് പറയുന്നത് ഏതാ? 1-നേക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ട് വരുന്ന നമ്പറാണ്. അതിനെക്കാട്ടിൽ ആ ഗ്രേറ്റർ ആയിട്ട് വരുന്ന നമ്പറിനെക്കാട്ടിൽ പ്രൊഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? ലെസ് ആയിരിക്കും. അടുത്തത് വെൻ വൺ ഓഫ് ദി നമ്പേഴ്സ് ബീയിങ് മൾട്ടിപ്ലൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ദ പ്രൊഡക്റ്റ് ഈസ് ഡാഷ് ദാൻ ദി അതർ നമ്പർ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പേഴ്സിൽ ഒരു നമ്പർ 1-നേക്കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ പ്രൊഡക്റ്റ് എപ്പോഴും അടുത്ത നമ്പറിനെക്കാട്ടിൽ എന്തായിരിക്കും? പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി അതർ നമ്പർ. ഇപ്പോൾ ഒരു നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ഇവിടെ പറഞ്ഞത് തന്നെയാണ്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കും?
സീറോയ്ക്കും 1നും ഇടയിലുള്ളതായിരിക്കും അല്ലേ? അതപ്പോൾ എന്തായിരിക്കും? പ്രൊഡക്റ്റിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും മതി. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഓർഡർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.